മാന്യസസിന് നമസ്കാരം. എൻ്റെ പേര് മയൂഖ. ഞാനൊരു ചെറിയ കഥാപ്രസംഗം ഇവിടെ അവതരിപ്പിക്കുന്നു. അതാ നോക്കൂ, ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന ആരവല്ലി പർവ്വതനിരകൾ, പച്ച പട്ടുവിരിച്ച പുൽമേടുകൾ, നാണം കുണിഞ്ഞെഴുതുന്ന കൊച്ചരുവികൾ, പച്ചപ്പട്ടു വിരിച്ചോരു കുന്നുകൾ, കുണിങ്ങിയൊഴുകും പൂഞ്ചോലകൾ, ആകാശഗംഗയിൽ കിന്നരത്തൊപ്പി വെച്ച് ആരവല്ലി ശൃംഗൻ നിൽക്കുന്നതാ നോക്കൂ, ആരവല്ലി ശൃംഗൻ നിൽക്കുന്നതാ നോക്കൂ. ആകാശഗംഗയോളം തലയുയർത്തി നിൽക്കുന്ന ആരവല്ലി പർവ്വതങ്ങൾക്ക് താഴെ മനോഹരിത വഴിഞ്ഞൊഴുകുന്ന ഐശ്വര്യപൂർണമായ ഒരു കൊച്ചു ഗ്രാമം. അമ്പര ചുംബിതമമ്പല ഗോപുരം, സുവർണ സംഗീത ശംഖൊലിനാദങ്ങൾ, വർണ്ണചിത്രങ്ങൾ തന്നത്ഭുത കേളികൾ, എത്രയോ സുന്ദരം സ്വച്ഛന്തമാ ഗ്രാമം. മണിമന്ദിരങ്ങളാൽ അലങ്കൃതമായ കൊട്ടാരങ്ങളും കൊത്തളങ്ങളും, അത്യുന്നതങ്ങളായ ഗോപുരങ്ങളോട് കൂടിയ ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഗ്രാമത്തിലെ നാട്ടരച്ചനായ രത്തൻലാലിന്റെ കുടുംബ പരദേവതയായി പൂജിക്കുന്ന ദുർഗാക്ഷേത്രമാണ്. ശില്പവിധാന വിശാല വീരതമായി നിർമ്മിത ശിലരാസ്യ കാവ്യലിഖിതങ്ങൾ, മർത്യന്റെ കന്മത്തിൻ സാക്ഷിയ മൂർത്തികൾ, കാലത്തിൻ മുന്നിലെ കൈവിളക്കെന്ന പോൽ കാലത്തിന്റെ മുന്നിലും മായ്ക്കാൻ കഴിയാത്ത കരിങ്കല്ലിൽ കൊത്തിവെച്ച ദേവരൂപങ്ങൾ, മനുഷ്യ ചേതനയുടെ കർമ്മസാക്ഷിയുടെ പ്രതിരൂപം പോലെ മിന്നിത്തിളങ്ങുകയാണ്. ആ ദുർഗാക്ഷേത്രത്തിന്റെ മധ്യത്തായി ഒരു വെണ്ണക്കൽ മണ്ഡപം. ആ മണ്ഡപം പുഷ്പങ്ങളാൽ അലങ്കൃതമാണ്. അവിടെ വരുന്ന ഭക്തർ ഒരു പൊടി പൂക്കൾ വാരി വിതറിയിട്ടാണ് പോകുന്നത്. ആ മണ്ഡപത്തെ കുറിച്ചൊരു കഥയുണ്ട്. പച്ചയായ മനുഷ്യജീവന്റെ അതിദാരുണമായൊരു കഥ. ആ കഥയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. മല്ലികയുടെ ശിരസ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അതിദാരുണമായ സംഭവത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിൽ പൂജയ്ക്കും മറ്റുമായി പുഷ്പങ്ങളും പുഷ്പമാല്യങ്ങളും വിറ്റുകൊണ്ട് ഒരു വൃദ്ധ ബ്രാഹ്മണൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തോടൊപ്പം 7 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചുമകളും. നിത്യം ക്ഷേത്രത്തിൽ മനോഹരമായ പുഷ്പങ്ങൾ കൊണ്ടുവന്ന് വിൽക്കും. അതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ആ അച്ഛനും മകളും ജീവിച്ചു വന്നത്. നിത്യം ക്ഷേത്രനടയിൽ എത്തുന്നവർക്കെല്ലാം സുപരിചിതയായിരുന്നു ആ കോമള ബാലിക മല്ലികയെ. ആർക്കു വേണമിന്നാർക്കു വേണമി ദേവപൂജയ്ക്കായി മാല്യങ്ങൾ, ഞാൻ കോരുത്തിടും വർണ്ണപുഷ്പത്തിൽ മാനോജ്ഞമാകുമീ മാല്യങ്ങൾ, ദുർഗാദേവിക്കു മാല ചാർത്തുവാൻ വാങ്ങുക പുഷ്പമാല്യങ്ങൾ. നിത്യവും ക്ഷേത്രനടയിൽ നിന്ന് അവൾ ആ പാട്ട് പാടാറുണ്ടായിരുന്നു. ആ കൊച്ചു ബാലികയിൽ നിന്നും പലരും പുഷ്പങ്ങൾ വാങ്ങി ദേവിക്ക് അർപ്പിക്കാറുണ്ടായിരുന്നു. പുഷ്പങ്ങൾ വിറ്റ് കിട്ടുന്ന പൈസ അവൾ അവളുടെ മുത്തച്ഛനെ ഏൽപ്പിച്ചു. ദുർഗാഷ്ടമി നാളിൽ ധാരാളം ഭക്തർ വന്നെത്തി. അന്നവർക്ക് ധാരാളം പൈസയും കിട്ടുമായിരുന്നു. അന്നും പതിവ് പോലെ അവൾ പുഷ്പങ്ങൾ ശേഖരിച്ചുകൊണ്ട് മൂളിപ്പാട്ടും പാടി ആ കുന്നിൻ മുകളിലൂടെ പോവുകയാണ്. മന്ദാരക്കാറ്റേ പൂങ്കാറ്റേ എന്റെ കൂടെ നീ പോരാമോ, മന്ദാരക്കാറ്റേ പൂങ്കാറ്റേ എന്റെ കൂടെ നീ പോരാമോ, ദുർഗാ പൂജയ്ക്ക് വന്ന പോലെ മേക്കൈ പൂക്കൾ പറിച്ചു നീ നൽകാമോ, പൂക്കൾ പറിച്ചു നീ നൽകാമോ, മന്ദാരക്കാറ്റേ പൂങ്കാറ്റേ. കുറ്റിക്കാടുകളും മാമരങ്ങളും ഇടതൂർന്ന ആ വനാന്തരങ്ങളിലേക്ക് അവൾ പൂക്കൾ പറിച്ചുകൊണ്ട് മൃദു മന്ദഹാസവുമായി അങ്ങനെ മന്ദം മന്ദം നീങ്ങുകയാണ്. പെട്ടെന്നതാ എവിടെ നിന്ന് ഒഴുകി വന്ന അതിമനോഹരമായ വേണുഗാനം കേട്ട് അവൾ നിശ്ചലയായി നിന്നു. ഹായ്
ഇത്ര മനോഹരമായി പുല്ലാങ്കുഴൽ വായിക്കുന്നു, അതും ഈ കാനനത്തിൽ. അവൾ ആ ശബ്ദം കേട്ട സ്ഥലം ലക്ഷ്യമാക്കി നടന്നു. അകലെയായി കുന്നിന്റെ താഴ്വരയിൽ കേൾക്കുന്നു മന്ദമായി വേണുനാദം. ആത്മാവിലിമ്പമായി തോന്നിടുന്നേ പുല്ലാങ്കുഴൽ വിളിയെങ്ങു നിന്നു. അല്പം അകലെ ആ അരുവിയുടെ തീരത്തുള്ള പാറയിൽ ഒരു ഇടപാലിനിരുന്ന് അങ്ങനെ പുല്ലാങ്കുഴൽ വായിച്ച് രസിക്കുകയാണ്. അവൾ പൂക്കുടയുമായി അരുവിയുടെ തീരത്തേക്ക് പോയി. തന്നോളം വരുന്ന ആ ബാലന്റെ അടുക്കൽ ചെന്ന് നിന്നു. അവളെ നോക്കി ബാലൻ പുല്ലാങ്കുഴൽ വായന നിർത്തി. അവളെ നോക്കി പുഞ്ചിരിച്ചു. ഹായ്, എത്ര നല്ല പാട്ട്! ഇത് എവിടുന്ന് പഠിച്ചു? ആരും പഠിപ്പിച്ചതല്ല, ഞാൻ തന്നെ പഠിച്ചതാണ്. എന്താണ് ഈ കൂടയിൽ? പൂക്കൾ. എനിക്ക് കുറച്ച് പൂ തരുമോ? അതിനെന്താ? അവൾ കുറച്ച് പൂക്കൾ എടുത്ത് അവൻ്റെ കൈ കൊടുത്തു. ഹായ്, എന്ത് നല്ല പൂക്കൾ! എത്ര നല്ല മണം! ചെക്കൻ്റെ പേരെന്നാ? എൻ്റെ പേര് ബാലകൻ. നിന്റെ പേരോ? എൻ്റെ പേര് മല്ലിക. ബാലകൻ എവിടെയാ താമസിക്കുന്നേ? അവൻ അകലെയുള്ള മറ്റൊരു കുന്നിലേക്ക് വിരൽ ചൂണ്ടി. പച്ചില ചാത്തിട്ട പുൽമേടിനപ്പുറം കുന്നിൻ ചെരുവിലാണെന്റെ വീട്. പച്ചില ചാത്തിട്ട പുൽമേടിനപ്പുറം കുന്നിൻ ചെരുവിലാണെന്റെ വീട്. കന്നും കാലികളെ മേയ്ക്കാനായെത്തും ഞാൻ ഇവന ഭൂമിയിലേകനായി നിത്യവും. ഇവന ഭൂമിയിലേകനായി നിത്യവും. അപ്പോഴാണ് ആ അരുവിക്കരയിൽ മേഞ്ഞു നടക്കുന്ന ആ കന്നുകാലിക്കൂട്ടങ്ങളെ അവൾ കണ്ടത്. മല്ലികേ, എന്തിനാണ് ഈ പുഷ്പങ്ങളെല്ലാം? ദുർഗാദേവിക്കു മാല ചാർത്താൻ പൂക്കൾ കൊരുത്തു ഞാൻ നൽകിയിടും. പൂക്കളിറുത്തു നീ നൽകാമോ? കാടുകൾ തോറും നീ പോരാമോ? എന്നോടൊപ്പം കൂടാമോ? എന്നോടൊപ്പം നീ പോരാമോ? ദുർഗാദേവിക്ക് പൂജകൾക്കും മറ്റുമാണ് ഈ പുഷ്പങ്ങൾ. പൂക്കൾ പറിക്കാൻ ബാലകൻ എൻ്റെ കൂടെ വരുമോ? അവൻ അവളുടെ സ്നേഹം സ്വീകരിച്ചു. അവർ രണ്ടുപേരും പൂക്കൾ പറിച്ചുകൊണ്ട് ആ കുന്നിൻ മുകളിലേക്ക് പോയി. ഉത്സാഹഭരിതരായി പൂക്കൾ പറിച്ചു നടന്നു. നല്ല നട്ടുച്ച വെയിൽ, വല്ലാത്ത ദാഹം. അവർ ആ അരുവിയിൽ വന്ന് ജലം കുടിച്ചു. അതിനുശേഷം ഒരു മരത്തണലിലിരുന്നു. ബാലകൻ തൻ്റെ പുല്ലാങ്കുഴൽ ചുണ്ടോട് ചേർത്ത് അതിമനോഹരമായി പാടി. വീണ്ടും അവർ പൂക്കൾ പറിച്ചുകൊണ്ട് അങ്ങനെ നടന്നു. സമയം സന്ധ്യയാകാറായി. ബാലകൻ തൻ്റെ കന്നുകാലികളെയും തെളിച്ചുകൊണ്ട് യാത്രയായി. പൂക്കുടയും തലയിലെന്തി അവൻ അങ്ങ് അകലെ മറയുന്നത് വരെ അവൾ നോക്കി നിന്നു. അതിനുശേഷം തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. പതിവിലും നേരത്തെ വരാൻ താമസിക്കുന്ന മകളെ നോക്കി പരിഭ്രാന്തനായി വരികയായിരുന്നു അവളുടെ മുത്തച്ഛൻ. ദൂരത്തു നിന്നും വരുന്ന ആ മകളെ നോക്കി അദ്ദേഹം നിന്നു. കൈകളിൽ പൂക്കൂട ഏന്തി മെല്ലെ കൊച്ചുപാദസ്വരം കിലുക്കി കിലുക്കി മധുര മനോഹര ഗീതവും പാടി മന്ദമായി വന്നെത്തിയാവന മാലിക. വർദ്ധിച്ച സന്തോഷത്തോടെ മൃദുമന്ദഹാസവുമായി വരുന്ന ആ കൊച്ചുമകളുടെ അടുത്തേക്ക് അദ്ദേഹം ചെന്നു. മകളെ തന്നോട് ചേർത്ത് നിർത്തി. പൂക്കൾ നിറച്ച പൂക്കുട കൈകളിലെടുത്തു. വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞ് ആ നെറ്റിയിലെ കുറുനിരമാടി ഒതുക്കി വെച്ചു. വാടിത്തളർന്ന ആ മുഖത്ത് ചുംബിച്ചു. അവൾ വർദ്ധിച്ച സന്തോഷത്തോടെ ബാലകന്റെ കാര്യം വിസ്തരിച്ചു പറഞ്ഞു. അദ്ദേഹം കൂടെ തുറന്നു നോക്കി. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. എത്ര മനോഹരമായ പുഷ്പങ്ങൾ! അദ്ദേഹം മകളെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം ഗ്രാമങ്ങൾ തോറും പുഷ്പങ്ങൾ വിറ്റിട്ട് മുത്തച്ഛന്റെ അനുവാദവുമായി അവൾ ആ കുന്നിൻ മുകളിലേക്ക് പൂക്കൾ പറിക്കുന്നതിന് പോയി. അവൾ തൻ്റെ കൂട്ടുകാരനുമൊത്ത് പൂക്കൾ പറിച്ചു നടന്നു. ആഹ്ലാദത്തിന്റെ ദിനങ്ങൾ ആ കൂട്ടുകാർക്കിടയിൽ ഒന്നൊന്നായി ഒഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. ആ ഗ്രാമത്തിലെ
ഗ്രാമത്തലവനും പണക്കാരനും ജന്മിയുമായ രത്തൻലാലാണ് ആ ഗ്രാമത്തിന്റെ ഗ്രാമാധിപതി. ഗ്രാമത്തിലെ എല്ലാ കാര്യങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുന്നത് അദ്ദേഹമാണ്. സ്വർഗതുല്യമായ സൗധത്തിൽ വസിച്ചിട്ടും അദ്ദേഹം തീരാ ദുഃഖത്തിനടിമയാണ്. കോടിക്കണക്കിന് സ്വത്തുണ്ടായിട്ടും തൻ്റെ കാലശേഷം അത് ഏറ്റെടുക്കാൻ ഒരു അനന്തരാവകാശം ഇല്ലെന്ന ദുഃഖം അദ്ദേഹത്തെ രാവും പകലും ഒന്നുപോലെ നൊമ്പരിപ്പിച്ചു. പല ക്ഷേത്രങ്ങളിലും കാഴ്ചകളും നേർച്ചകളും നടത്തി. പക്ഷേ ഫലമൊന്നുമില്ല. അദ്ദേഹം ആത്മദുഃഖത്താൽ തേങ്ങുകയാണ്. കണ്ട ദൈവങ്ങളെ കൺമുന്നിൽ തെളിയുന്ന ദീപങ്ങളെ അന്തരാത്മാവിൻ്റെ വേദനയറിഞ്ഞിട്ടും മൗനിയായി നിൽക്കുന്നതെന്തേ, മൗനിയായി നിൽക്കുന്നതെന്തേ, കണ്ട ദൈവങ്ങളെ കൺമുന്നിൽ തെളിയുന്നു ദീപങ്ങളെ. അദ്ദേഹം ആത്മദുഃഖത്താൽ തേങ്ങിക്കരയുകയാണ്.